ഒരു ദിവസത്തെ ഡെലിവറി ജോലി എങ്ങനെയാണെന്നും എത്ര കിട്ടുമെന്ന് കൃത്യമായി കാണിച്ചു തരാം. രാവിലെ 8 മണിയായപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നും മിന്ത്രയിൽ നിന്നുമുള്ള സാധനങ്ങളെല്ലാം മദർ ഹബ്ബിൽ നിന്നും കൊല്ലം പാരിപ്പള്ളിയിൽ എത്തിയത്. ഈ കാണുന്ന സ്ഥലം വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം കൃത്യമായി അടുക്കി വെക്കാൻ. അതിനിടയിലാണ് രാത്രിയും പകലും ഓഫീസിലെ ജോലികൾ ചെയ്ത് വീട്ടിൽ പോലും പോകാൻ കഴിയാതെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നവരെ കണ്ടത്. നമ്മൾ ഇവിടെ എത്തി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പിൻകോഡ് ഏതാണോ അത് നോക്കി സാധനങ്ങൾ തരംതിരിച്ച് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ 10 മണിയായപ്പോൾ തന്നെ എനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം കൃത്യമായി തന്നെ അടുക്കി വെച്ചു. അതിനുശേഷം വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ സാധനങ്ങളും ബാഗിലേക്ക് വെക്കുന്നത്. അതിന്റെ കാരണം ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം എല്ലാവരും എടുക്കണമെന്നില്ല. ഈ ഒരു ജോലിയിൽ നിന്നും ഞാൻ നേടിയത് ചെറിയ കാര്യങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ വലിയ സ്വപ്നങ്ങൾ നേടാൻ എന്റെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതിനുശേഷം നമുക്ക് ഈ ജോലിയിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ കാത്തിരിപ്പ് തന്നെയാണ്. ആളില്ലാത്ത പല വീടുകളും വിളിച്ചാൽ കിട്ടാത്ത ഫോൺ നമ്പറുകൾ 30 സെക്കൻഡിൽ കഴിയേണ്ട ഡെലിവറി 20 മിനിറ്റോളം എടുത്താണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡെലിവറി ജോലി പല ആളുകളും പാതി വഴിയിൽ നിർത്തിപ്പോകുന്നത്. ഉച്ചയ്ക്ക് കഴിക്കേണ്ട ആഹാരമെല്ലാം 4 മണിക്കും 5 മണിക്കുമാണ് പല ദിവസങ്ങളിലും കഴിക്കാൻ കഴിയുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ 1 മണിക്ക് തന്നെ നമുക്ക് ഈ ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ വൈകുന്നേരം 5 മണിയായപ്പോഴാണ് ഇന്നത്തെ ഡെലിവറി എല്ലാം പൂർത്തിയാക്കി തിരിച്ച് ഓഫീസിലേക്ക് വന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയത് 1131 രൂപയാണ്.